രജിന, ഞാൻ എന്റെ കൂട്ടുകാരിയെ കാണാൻ പോവാ. കുറച്ച് വൈകും വരാൻ. ഉമ്മ, നിങ്ങൾ ഇരുട്ടുന്നതിന് മുമ്പ് വരില്ലേ? എനിക്ക് പേടിയാ. നമ്മുടെ മുറ്റത്ത് സിഗരറ്റിന്റെ കുറ്റി കണ്ടായിരുന്നു. ആര് കൊണ്ടിട്ടാണാവോ? ആ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നിയതാവും. രജിന, നിനക്ക് ഉറങ്ങാറായില്ലേ? ഉറങ്ങായി ഒരു കള്ളോടിയൻ. എവിടെ ശ്രീനാഥ? എനിക്ക് അവരൊന്ന് കാണണം. ആരിത്? ജബ്ബാറോ? ശ്രീനാഥ, നിങ്ങൾ വന്നോന്ന് ഞാൻ അറിഞ്ഞു. നമുക്കൊന്ന് കൂടണ്ടേ? ഈ ഇപ്പൊ പൊയ്ക്ക ജബ്ബാറെ, നമുക്ക് പിന്നെ കാണാം. കാണണം. കാണാം. കാണൂലേ? ഞാനല്ലേ പറഞ്ഞത്. ഈ പൊയ്ക്കോ. ഞാൻ വരും. എന്താ? എന്താന്ന് നോക്ക്. ഇന്റെ മോ എന്നെ കെട്ടിയതേ 5 പൈസ സ്ത്രീധനം വാങ്ങാതെയാ. ഇവിടെ നടന്നതെന്തെങ്കിലും അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ നിമിഷം നിന്നെ ഞാൻ കെട്ടുകെട്ടിക്കൂ. ഓനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കൂ. അതുകൊണ്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നോളൂ. മനസ്സിലായടി? എന്താ നിനക്ക് പറ്റിയത്? സുഖല്ലേ? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കണം നിന്നെ. ഒന്നുമില്ല. നോക്കി, ദൂരെ എവിടെയും പോവാതെ ഇവിടെ എവിടെയും ജോലി അന്വേഷിച്ചൂടെ? എന്നും വീട്ടിക്ക് വരുന്ന മാതിരി. ഇത് ലോറിപ്പണിയാണ്. ഇവിടേക്ക് എന്ത് പണി കിട്ടാനാ? പഴയ മാതിരി വല്ല പിക്കപ്പിലോ മറ്റോ കിട്ടുവോ? അനക്കെന്താ എന്നും കണ്ടുകൊണ്ടിരിക്കണോ? നോക്കട്ടെ. ഏതായാലും ഇപ്പം പോയാ 4 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. എന്നിട്ട് നോക്കാം വേറെ പണി. അപ്പോ ആ വരണുമ്മാ. മോളു കുട്ടീനെ നന്നായി നോക്കണം കേട്ടോ. വാ. ഉമ്മ, നിന്റെ മോനാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഉമ്മ, മുകളിലേക്ക് പോയിക്കോ. വേഗം പോ. ഉമ്മ, എന്താ ഇന്ന് നീ പോയില്ലേ? ലോറിണിൽ പോണില്ല. ഇവിടെ വേറെ എന്തെങ്കിലും പണി നോക്കണം. ഞാൻ ഇല്ലാത്ത നേരത്ത് നിക്ക് അടിക്കാൻ വരട്ടെ. ഞാനിവിടെ ഉള്ളപ്പോഴേ അഞ്ഞൊരുത്തരം മുറിയിൽ കയറ്റി ഇവളെ നീ തല്ലേണ്ടത്. എത്ര കാലായാവോ തുടങ്ങിയിട്ട്. ഞാനൊന്നും മിണ്ടി പോകരുത്. രാവെന്നോ പകലെന്നോ നോക്കാതെ കുടുംബത്തിന് വേണ്ടി മരിക്കുന്ന ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ചൂടിന് വേർപിനെ നാറ്റുണ്ടാവും അല്ലടി? മതിയായില്ല എനിക്ക്. ഇറങ്ങിപ്പോടാ നായ. നീ എന്നോട് ചൂടാവണ്ട. നിന്റെ ഭാര്യയെ നിലക്ക് നിർത്തും. ഞാൻ ഇതിനു മുമ്പും ഇവള് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ബഹളം വെക്കണ്ട. നാട്ടുകാരറിഞ്ഞ നാണക്കേട് നിനക്കാ. പിന്നെ വിശ്വസിക്കണം. ഇവര് പറയുന്നത് പച്ചക്കള്ളം. എന്തിനാണടി ഓൻ കള്ളം പറയണത്? ഇപ്പൊ നിന്റെ മുറിയിലല്ല ഓനെ പിടിച്ചത്. അപ്പോ ഒരു മിനിറ്റ് പോലെ ഓളെ ഇവിടെ നിർത്തരുത്. കൊണ്ടാക്കട അവളെ. ജീവന തുല്യ സ്നേഹിച്ചെന്നെ നീ ചതിച്ചല്ലോ. ഇനി നീ വർദ്ധിക്കാൻ പാടില്ല. എനിക്ക് തന്നെ വേണ്ട. ഓടി. ഇനി നീ ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. പോയിക്കോ, എവിടെയും പോയി തോലേ.
എന്ത് അബദ്ധാണ് ഈ കാണിക്കുന്നത്? എനിക്ക് മരിക്കണം. എന്നെ വിട്. നിങ്ങൾ ചെയ്ത തെറ്റിന് ഈ കുട്ടി എന്ത് പഴിച്ചു? എന്റെ മോള് എന്റെ മോള് മോള് ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. നിഷാദേ, കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോവാ. മോളെ വാ, മോന്റെ മോള് വാ. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കഥ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും മരണമൊന്നിനും പരിഹാരമില്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ആരുമില്ലെങ്കിൽ ഇവിടെ നിന്നോളൂ. ഈ ഇന്നും വണ്ടി കൊണ്ട് പോണില്ലേ? ഞാൻ പോവാണ്. ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. മോളെ, എന്റെ മോ ആരുടെ വേദനയും സഹിക്കൂല. ഒരു പ്രത്യേക മനസ്സാ ഓന്റെ. ഓന്റെ കീഴ്പ്പെട്ട 2 പെൺകുട്ടികളാ. അവരെയൊക്കെ ഒരു അധീനത്തിൽ എത്തിക്കണ്ടേ? അതുകൊണ്ട് മോളെ വീട്ടിലേക്ക് പോണം. എത്രയായാലും സ്വന്തം ബാപ്പയും ഉമ്മയല്ലേ. അവിടെ എനക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല. ഓ വാ വാ കുട്ടി വാ വാ വാ. ഞാൻ പോട്ടെ. ശരി മോളെ, നിക്ക്. ബസ്സിന് കൊടുക്കാൻ ഇത് കയ്യിൽ ഇരുന്നോട്ടെ. മോളെ, ഇനി നീ കടുങ്കൈയൊന്നും ചെയ്യരുത്. നോക്ക്, നിഷാദിന് 9 വയസ്സുള്ളപ്പോഴാ ഓന്റെ ഉപ്പ മരിക്കണത്. കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ എന്റെ മക്കളെ ഇതുവരെ വളർത്തിയില്ലേ. അന്നെക്കൊണ്ടും അത് കഴിയും. അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തണം. എല്ലാം ശരിയാവും. ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കാം. പടച്ചവനെ കാക്കണേ.